ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് കാൽക്കുലസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x. എങ്ങനെ ചെയ്യും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x. എക്സ് ടെൻഡിങ് ടു 0 ആണ്, 1/x ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ പറയണം. ദാറ്റ്സ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് നിങ്ങൾ പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂവും പറയണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂവും പറയണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ആണ്. സി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറഞ്ഞപ്പോ ഒരു രീതിയും കൂടെ ഉണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമുക്ക് എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. സി, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യണേലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? 1/x ആണ് ഫംഗ്ഷൻ. 1/xന്റെ എക്സ് 0 ആകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് f(x). അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരാളെ എടുക്കും. എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ഒരാളെ എടുക്കും. ഈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ്. ഒരു വളരെ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ആണ് എച്ച് എന്ന് പറയുന്നത്. നോക്കിക്കേ, അത് 0 ആയിക്കൊണ്ടിരിക്കുക. എച്ച് ടെൻഡിങ് ടു 0 ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f(0 മൈനസ് h) എന്ന് എടുക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഡെഫിനേഷനിൽ ഞാൻ പറയാം. അതായത് സി, എച്ച് എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു a f(x) നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു a മൈനസ് f(x) ആണ്. ഇനി ഞാൻ എച്ചിന്റെ ടേംസിൽ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു, ലിമിറ്റ് ഞാൻ മാറ്റുകയാണ്. ഇവിടെ എക്സ് ടെൻസ് ടു a മൈനസ് മാറ്റിയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് ഇടും. ഇനി f(x)ന് പകരം എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കും? f(a മൈനസ് h) എന്ന് കൊടുക്കും. സി, ഇങ്ങനെ ഞാൻ ലിമിറ്റ് ഡിഫൈൻ ചെയ്യും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതാൻ നേരത്ത് ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു a പ്ലസ് ആണ് f(x). ഇനി എന്ത് ചെയ്യും? അതേപോലെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ a മൈനസ് h ആയിരുന്നു, കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എന്ത് വരും? a പ്ലസ് h എന്ന് വരും. ഇങ്ങനെ എഴുതിയിട്ട് ഈ രണ്ട് ലിമിറ്റുകൾ തമ്മിൽ സെയിം ആണ് എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ h എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സി, ഇവിടെ h ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഞാൻ ഇതിന് പോയിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/0 എന്നുള്ള ഫോർമാറ്റിലൊക്കെ വരും അല്ലെ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ബട്ട് ദ തിങ് ഇസ്, ആദ്യം ഞാൻ എച്ച് വെച്ച് പഠിപ്പിച്ചു തരാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f(a മൈനസ് h) ആണ്. ഇവിടെ a എന്താണ്?
സീറോ ആണ്. അപ്പൊ എഫ് ഓഫ് സീറോ മൈനസ് എച്ച് എന്ന് വന്നു. അപ്പൊ സീറോ മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് വന്നു അല്ലെ. സീറോ മൈനസ് എച്ച് എന്ന് വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് 1 ബൈ ഫംഗ്ഷൻ ഓഫ് സീറോ മൈനസ് എച്ച് ആണ്. ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നത്? 1 ബൈ സീറോ മൈനസ് എച്ച് ആണ് അല്ലെ. എക്സിന് പകരം നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്? 1 ബൈ സീറോ മൈനസ് എച്ച് എന്ന് നമ്മൾ എക്സിന് പകരം ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 1 ബൈ എച്ച് എന്ന് കിട്ടി. കണ്ടോ? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് 1 ബൈ എച്ച് എന്ന് കിട്ടി. ഇനി എച്ചിന് പോയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോ. എച്ചിന് നമ്മൾ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 ബൈ സീറോ, ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഈ എച്ച് എടുക്കാതെയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഞാൻ ആദ്യം എച്ച് വെച്ച് പറഞ്ഞിട്ട് എച്ച് എടുക്കാതെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഇതാ മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. സീറോ പ്ലസ് വന്നു, എച്ച് ടെൻസ് ടു സീറോ, സീറോ പ്ലസ് എച്ച് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സീറോ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഫംഗ്ഷൻ വരിക? 1 ബൈ സീറോ പ്ലസ് എച്ച്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എച്ച് എന്ന് വന്നു. എച്ചിന് എന്ത് കൊടുത്തു? എച്ചിന് സീറോ ഇട്ട് കൊടുത്തു. 1 ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇൻഫിനിറ്റി. അപ്പൊ എന്താണ്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എച്ച് ഇടാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ 1 ബൈ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. അപ്പം എക്സ് സീറോയിലാണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നോക്കുന്നത്, എക്സ് ടെൻസ് ടു സീറോ മൈനസ് 1 ബൈ എക്സ് ഞാൻ ചെയ്യാണ്. അപ്പൊ സീറോ മൈനസ് എന്ന് പറയുമ്പോൾ സീറോയിനേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെ വരും? മൈനസ് ഇൻഫിനിറ്റി വരും അല്ലെ. സീറോയിനേക്കാൾ കുറഞ്ഞ വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂസിലേക്ക് വരും, നെഗറ്റീവ് ഇൻഫിനിറ്റി വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂസ് എങ്ങനെയാണ്? സീറോനേക്കാൾ അല്ലെ, റൈറ്റ് ഹാൻഡ് എന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം 1 ബൈ സീറോ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി വരും. അങ്ങനെ എന്ത് പറ്റും? നമുക്ക് മനസ്സിലായി, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പക്ഷെ പെട്ടെന്ന് ഈ ബുദ്ധി ഉപയോഗിക്കാൻ നമുക്ക് ചിലപ്പോൾ കിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്താ ഈ എച്ച് ഇട്ടിട്ട് ഇവർ ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിലും എച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. അപ്പൊ അത് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ടാണ് ഈ എച്ച് വെച്ചിട്ട് ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എച്ച് വെച്ച് നമ്മൾ ചെയ്യുന്നത്. എച്ച് വെച്ചിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഫംഗ്ഷൻസ് വരുമ്പോൾ ലിമിറ്റ് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര വരും? 1 ബൈ എക്സ് സ്ക്വയർ ആവുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറ. 1 ബൈ എക്സ് സ്ക്വയർ ആവുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയും. എങ്ങനെയാണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതി നോക്കാം. 1 ബൈ എക്സ് സ്ക്വയർ ആവാൻ നേരത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതി നോക്കാൻ നേരത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. 1 ബൈ എക്സ് സ്ക്വയർ വരാൻ നേരത്ത് എന്ത് വരും? എച്ച് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ ഇടുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. എന്ത് വരും? എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എ എന്താണ്? സീറോ ആണ് അല്ലെ. സീറോ മൈനസ് എച്ച് എന്ന് വരും. അപ്പൊ ഫംഗ്ഷനിൽ എക്സിന് പകരം സീറോ മൈനസ് എച്ച് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ 1 ബൈ സീറോ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? That is equal to limit h tends to 0 1 by അല്ലെ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ വരും. അപ്പൊ ഇനി എച്ചിന് സീറോ ഇട്ട് കൊടുത്തോ. എച്ചിന് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ സീറോ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 ബൈ സീറോ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. 1 ബൈ സീറോ ഇസ് ഇൻഫിനിറ്റി അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് സിമിലർ ആയിട്ട് എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോഴും ഇതേപോലെ തന്നെ വരും. സി, എക്സാമിന് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഒന്നും എഴുതണ്ടാട്ടോ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നോണ്ട് ഇങ്ങനെ എഴുതുന്നതാ. എക്സാമിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഈ എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ എക്സാമിന് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ചെയ്യേ വേണ്ട. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് ഒന്നും നിങ്ങൾ എഴുതണ്ട. ഡയറക്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ഈ ഫോം ഒക്കെ ആയിരിക്കണം ഡയറക്റ്റ് എഴുതണ്ടാവുക. ഓക്കെ,
ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് ചാടിക്കേറി എഴുതേണ്ടത്. ഞാനിവിടെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് എഴുതുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ എന്ത് വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് വരും. അപ്പൊ എന്താണ്, സിമിലർ ആയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by 0 plus h the whole square which is equal to 1 by h square എന്നാണ് വരുന്നത്. that is 1 by 0 എന്ന് വരും, that is infinity. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി at x is equal to 0. സി ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഇപ്പൊ ഞാൻ ഇതിൽ ഓപ്ഷൻസ് വെച്ചില്ല, പക്ഷെ ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ എനിക്ക് ആൻസർ തരണം. ഓപ്ഷൻ എ ലിമിറ്റ് എക്സിസ്, ഓപ്ഷൻ ബി ലിമിറ്റ് എക്സിസ് at x is equal to 0, ഓപ്ഷൻ സി limit does not exist, ഓപ്ഷൻ ഡി none of these ആണ്. നിങ്ങൾ ഏത് ഓപ്ഷനാ പറയാ? ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഞാൻ ഇത് പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റിക്കും, പിന്നെയും നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റിനും എടുത്ത് പിന്നെയും പറയുന്നത്. ഈ അറ്റ് എന്ന് പറയുന്ന സാധനം ഇസ് വളരെ 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 ഇമ്പോർട്ടന്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ 1 by നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഷോർട്ട് ആയിട്ട് ഒന്ന് പറയാറോ, പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും വരുമ്പോ ചെയ്യാണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നില്ലേ? നമ്പർ ലൈൻ വെച്ചിട്ടാണോ? യെസ്, അതെ. 1 by x സ്ക്വയറിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ എന്താ അറിയോ, ഇത് എല്ലാ തവണയും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവുന്നത് പോളിനോമിയൽസും അതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും ഒക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവും. ഈ 1 by x സ്ക്വയറിന് നമ്മൾ നേരത്തെ പോലെ തന്നെ 1 by x സ്ക്വയർ കൊടുത്തിട്ട് നമ്പർ ലൈൻ വരച്ച് x is equal to 0 വെച്ച് നമ്മൾ പറയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 by 0 ഇൻഫിനിറ്റി. ഈ കേസിൽ അത് വർക്ക് ആവും, പക്ഷെ എല്ലാ കേസിലും അത് വർക്ക് ആവില്ല. സി ഇവിടെ ഞാൻ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, 0 മൈനസിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് 1 by 0 സ്ക്വയർ 1 by 0 ഇൻഫിനിറ്റി എന്ന് വരും. 0 പ്ലസിന്റെ കേസിലാണെങ്കിലും 1 by 0 ഇൻഫിനിറ്റി എന്ന് വരും. ഈ കേസിൽ അത് വർക്കായി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എല്ലാ കേസിലും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇനി ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ തോന്നും ഓ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ചിലപ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ ഒക്കെ കിട്ടും. പക്ഷെ ചിലപ്പോൾ ആ ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ h ടെൻസ് ടു 0 എന്നുള്ള ഒരു ഫോർമാറ്റ് ഇവർ കണ്ടുപിടിച്ചത്. അപ്പൊ ശരിക്കും ഈ h ടെൻസ് ടു 0 വെച്ചാണ് ഈ ക്വസ്റ്റൻസ് ചെയ്യേണ്ടത്. എല്ലാ തവണയും നമുക്ക് ആ ലോജിക്കലി ചെയ്യാൻ പറ്റില്ല, അത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ h ടെൻസ് ടു വെച്ചിട്ട് ഈ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്നത്, മനസ്സിലായോ? പക്ഷെ നമുക്കിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആവുമ്പോ 1 by x ആണെങ്കിൽ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതിന് ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, എക്സ് ടെൻഡിങ് ടു 0 ആണെന്ന് നോക്കുക. ഫംഗ്ഷൻ 1 by x ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഇരുന്ന് അയ്യോ ഞാൻ പഠിച്ചാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്നാലും നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതൊന്നും നമ്മൾ ചെയ്ത് നോക്കുന്നില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. ഇത് നോക്കണം കേട്ടോ, എക്സ് ടെൻഡിങ് ടു 0 ആണോ നോക്കണം. ആൻഡ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇടയിൽ എന്തോ പറഞ്ഞു does not exist. Okay, നമുക്കത് പഠിച്ചു. ബട്ട് ആക്ച്വലി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഈ 1 by x സ്ക്വയർ ഫംഗ്ഷനും അങ്ങനെ ഈ 1 by x സ്ക്വയർ ഫംഗ്ഷൻ എല്ലാ ക്വസ്റ്റ്യനും ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ്, 1 by x ഉം 1 by x സ്ക്വയറും നിങ്ങൾ പഠിച്ചു വെക്കണം. അല്ലാതെ ഇപ്പൊ നമുക്ക് വരുന്ന പോളിനോമിയൽ ഫംഗ്ഷൻസും അങ്ങനത്തെ ഒന്നും പഠിക്കണ്ട. പക്ഷെ 1 by x ഇതിപ്പോ ഞാൻ നിങ്ങൾ പഠിച്ചു വെച്ചാലും ഇല്ലെങ്കിൽ ഇതിപ്പോ പഠിക്കാതെ ഇരിക്കാം, പക്ഷെ പഠിച്ചു വെക്കുന്ന ആൾക്ക് എന്താ 10 ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യാനുള്ള സമയം കിട്ടും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു, വേണമെങ്കിൽ പഠിക്കാതിരിക്കാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പഠിക്കാൻ പറയണു, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ടൈമിന്റെ കൺസ്ട്രെയിൻ ഇല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും.
അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബിക്കോസ് നമുക്കറിയാം മാത്സ് എത്രയോ മാർക്സിനാണ് മാത്സ് ചോദിക്കുക, ലിമിറ്റ് മാത്രമല്ല ചെയ്യാനുള്ളത്. ഇനിയിപ്പോ ഇന്റഗ്രേഷൻ ഒക്കെ വരും. അപ്പൊ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ 1/xന്റെയും 1/x² ഒക്കെ വാല്യൂസ് നിങ്ങൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, ഒബ്വിയസ്ലി വർക്ക്ഔട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന എക്സാമ്പിൾസിന്റെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ടൈം കൂടുതൽ കിട്ടും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദാ ഇതെന്താണ്, ദിസ് ഇസ് എ പീസ് വൈസ് ഫംഗ്ഷൻ അല്ലെ. പീസ് വൈസ് ഫംഗ്ഷൻ ആണ്, അതായത് ഫംഗ്ഷനിൽ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ബിക്കോസ് ഫംഗ്ഷനിൽ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? സി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, അതായത് ലിമിറ്റ് x tends to 0 minus. See, നിങ്ങൾ ആക്ച്വലി എക്സാമിന് ഈ ലിമിറ്റ് x tends to 0 minus അങ്ങനത്തെ സാധനങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾ ചുമ്മാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഈ ലിമിറ്റ് x tends to 0 minus f of x ഇങ്ങനത്തെ പരിപാടികളൊന്നും എഴുതണ്ട. അത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്തെടുത്ത് പറയാത്തത്. എത്രയും ഷോർട്ട് ആക്കി എഴുതാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കി എഴുതുക. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു x tends to 0 minus f of x ആണ് വരുന്നത്. അപ്പം എക്സിന് 0 ആകുമ്പോൾ ഉള്ള വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 0 അല്ലാത്തപ്പോൾ ഉള്ള വാല്യൂ ആണ് ഇതല്ലേ. അപ്പൊ 0യിൽ താഴെ ആകുമ്പോഴും വാല്യൂ എന്താണ്? 2 ആണ് അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക, എക്സ് ലിമിറ്റ് x tends to 0 പ്ലസ് ആണ് f of x അല്ലെ. 0 ആവുമ്പോൾ വാല്യൂ നമ്മൾ 0/0 ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 0 അല്ലാത്തപ്പോൾ, അതായത് 0ക്ക് താഴെ ആവുമ്പോൾ 2 ആണ്, 0ക്ക് മുകളിലാവുമ്പോഴും 2 ആണ്. ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്? സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. Therefore ലിമിറ്റ് എക്സിസ്റ്റ് അല്ലെ. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. സിമിലർ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം, ഫൈൻഡ് ഫങ്ഷണൽ വാല്യൂ. എന്താണ് നിങ്ങളുടെ ആൻസർ? ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് നിങ്ങളുടെ ആൻസർ? ഫങ്ഷണൽ വാല്യൂ കണ്ടുപിടിക്കും. എന്താണ് ആൻസർ വരുന്നത്? 0. യെസ്, 0 എന്നല്ല, 0/0. ഓക്കെ, ഫങ്ഷണൽ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 0/0 ആണ്. ലിമിറ്റിംഗ് വാല്യൂനാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. സി, ലിമിറ്റിംഗ് വാല്യൂ, ലിമിറ്റിന്റെ വാല്യൂ ആണ് ഇറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയത്. സി, ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മൾ ലിമിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, ഫൈൻഡ് ലിമിറ്റിംഗ് വാല്യൂ എന്നല്ലായിരിക്കും ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ വാല്യൂ എന്നായിരിക്കും. ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും? ABCD ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? 2 ഉണ്ടാവും, അതേപോലെ 0/0 ഉണ്ടാവും, അങ്ങനെ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി പോയിട്ട് ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കും, എഴുതും. തെറ്റ് പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് മിസ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഒന്നാമത് എക്സാമിന് ഇരിക്കുന്നു, ക്വസ്റ്റ്യൻ നേരെ വേണം വായിക്കുന്നില്ല, ലിമിറ്റ് കാണുന്നു, ചാടിക്കറി ചെയ്യുന്നു, 2 കൊടുക്കുന്നു, തെറ്റുന്നു. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ വാല്യൂ ആണോ ലിമിറ്റിംഗ് വാല്യൂ ആണോ ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫേവറേറ്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, f of x is equal to cos x if x greater than or equal to 0. അല്ലെങ്കിൽ x plus k ആണ് if x less than 0. Find value of k when limit exist at x is equal to 0. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന്. ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നോക്കണ്ട. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് is equal to റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലെ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സിമിലർ ആണ്, ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? എക്സ് പ്ലസ് കെ വരും അല്ലെ. എത്രയാണ് നിങ്ങൾക്ക് കെയുടെ വാല്യൂ കിട്ടുന്നത്?
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, അതായത് എക്സ് ലെസ് ദാൻ 0 വരുന്നു അല്ലെ, രണ്ടാമത്തെ കേസാണ്. എക്സ് ലെസ് ദാൻ 0 വരുന്നു അല്ലെ, 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് 0 കുറവാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വാല്യൂ എക്സ് പ്ലസ് കെ എന്ന് കിട്ടും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പം എക്സിന് ഇവിടെ എന്ത് ചെയ്യാം? കോസ് എക്സ് ആണ്. ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ലിമിറ്റിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ബിക്കോസ് എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസ് എ അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഇറ്റ് ഇസ് എ sinusoidal function, so that we can use direct substitution. അപ്പൊ എന്ത് ചെയ്യും? cos 0 that is equal to 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ ചെയ്ത എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഇസ് എക്സ് പ്ലസ് കെ ഇസ് ഈക്വൽ ടു 1. therefore എന്താണ്? അല്ല, എക്സ് പ്ലസ് കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് കെ ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ദിസ് ഇസ് എ പോളിനോമിയൽ ആണ് അല്ലെ. പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് വരും? 0 പ്ലസ് കെ എന്ന് പറയും, കെ എന്ന് വരും കേട്ടോ ഇതിന്റെ വാല്യൂ അല്ലെ. 0 ഇവിടെ കൊടുത്തു, കെ എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ എന്താണ്? കെ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇല്ല. ഓക്കെ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.